കുടിക്കാനാടാ. അയ്യോ എനിക്കിനി ആരുമില്ല പൊന്നെ. ചേച്ചി കിടന്ന് കരയല്ലേന്ന്. എനിക്കിനി ആരും ഇല്ലല്ലോ പൊന്നെ. ചേച്ചിക്ക് ആരുണ്ട് ചേച്ചി? എനിക്ക് ആരും ഇല്ലടാ. ചേച്ചിക്ക് ഞാനില്ലേ? നിനക്കൊരു അരമണിക്കൂർ മുമ്പ് പറയാൻ പറ്റില്ലടാ. ഞാൻ തൊട്ടപ്പുറത്ത് ആ ജോസിന് വാക്ക് കൊടുത്തു പോയല്ല. ചേച്ചി ഷൊർണൂരുള്ള ശങ്കരമാമൻ മക്കളുമില്ല വന്നത്. ഏത് ശിങ്കാരിമേളത്തിന്റെ? ശിങ്കാരിമേളത്തിന്റെ ആൾക്കാര്, ആശാനും മക്കളും. എന്റെ ദൈവമേ, ഇനി ശങ്കരമാനും മക്കളും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൂരമായിരിക്കും. മാമോ കണ്ടില്ലേ അണ്ണൻ കിടക്കണ കിടപ്പ് കണ്ട മാമ. എന്റെ ദൈവമേ, ആരെങ്കിലും ഒരു തുണിയിട്ട് മൂടോ. രാവിലെ പോലെ ചിരിച്ചു ചിരിച്ച് ബാക്കിയുള്ള ജാകാറായല്ല പൊന്നെ. ഇതും നമ്മളെ കൈകൂതമാഹ്ലാദം. ചേച്ചി ഈ ചേട്ടന്റെ ഒരു അളിയൻ ഉണ്ടായിരുന്നില്ലേ? ഒരു കാതികൻ. അതെ, പച്ചാളം പാപ്പച്ചൻ. പുള്ളിനെ വിവരം അറിയിച്ചാ? മരിച്ച ഉടനെ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് സ്റ്റേജിൽ കിടന്ന് കഥാപ്രസംഗം പറയാണെന്നാ പറഞ്ഞത്. ചേട്ടാ പോയല്ല. പെങ്ങളെ, ജീവിതം എല്ലാവർക്കും ഒന്നേ ഉള്ളു പെങ്ങളെ. പ്രിയമുള്ളവരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, എനിക്കൊരു കഥ പറയുവാൻ എനിക്ക് അവസരം ഒപ്പിച്ചു തന്ന ഈ അളിഞ്ഞ അളിയനോട് എന്റെ അഭിവാദനങ്ങൾ അറിയിക്കുകയാണ്. ഒരുമിച്ചു നമുക്കൊന്ന് കരഞ്ഞിരിക്കാം, ഒരുപാട് ദുഃഖങ്ങൾ പങ്കുവയ്ക്കാം. ഒരു ചിലവും വരികില്ല, ഒരു പൈസയും വരികില്ല. അളിയൻ ഇനി ഒരിക്കലും റിട്ടേൺ വരില്ല. നമ്മുടെ അളിയന് ഒരിക്കലും റിട്ടേൺ വരില്ല. അത് പറഞ്ഞിട്ട് നമുക്ക് തല്ലിക്കൊല്ലണം. പ്രിയമുള്ളവരെ, ഞാനങ്ങ് കൊട്ടാരക്കരയിൽ ഒരു കഥാപ്രസംഗ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്മിറ്റിക്കാർ എന്നോട് വിവരം പറയുന്നത്, നിങ്ങളുടെ അളിയൻ മരിച്ചുപോയെന്ന്. ഞാൻ ഉടനെ ഓടിച്ചെന്ന് പറഞ്ഞു, എന്റെ അളിയൻ മരിച്ചുപോയി, ഞാൻ വിട്ടോട്ടെ. അവർ പറഞ്ഞു, പോകണ്ട, നേരെ വെളുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് കെട്ടിയിട്ടെന്നെ. അവിടുന്ന് ഞാൻ ഓടിപ്പിടിച്ചു വരികയാണ് എന്റെ അളിയനെ കാണാൻ വേണ്ടി. കാടും മലയും പുഴയും പിന്നെ മതിലുകളുടെ വന്ന് ചാടി, മതിലുകളുടെ വന്ന് ചാടി, നൂറൽ കുതിച്ചു പാഞ്ഞു. അളിയനെ കാണാനെത്തി, എന്റെ അളിയനെ കാണാനെത്തി, ചീന അളിയനെ കാണാനെത്തി. അങ്ങനെയാണ് ഞാൻ അളിയനെ കാണാനെത്തിയത്. കഥാപ്രസംഗത്തിന്റെ കഥ പറയുന്നതിന് മുമ്പ് ഈ മരണ വീട്ടിൽ നിന്ന് കരയാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നവരെ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അളിയന്റെ വലതുഭാഗത്തിരിക്കുന്ന മറ്റാരുമല്ല, അളിയന്റെ സ്വന്തം ഭാര്യ. ഇപ്പറയുന്നത് പൊട്ടി പൊട്ടി വിങ്ങി വിങ്ങി കരയുന്നത് അളിയന്റെ കുഞ്ഞു പെങ്ങൾ. ഒരു കഥാപ്രസംഗ പരിപാടി എനിക്ക് അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ വളരെ കൃതാച്ഛനാണ്. എന്റെ കഥയുടെ പേര് അളിയന്റെ ചീഞ്ഞ ജഡം. ജീവിച്ചിരുന്നപ്പോഴേ നീ ഇങ്ങർക്കും ഞങ്ങൾക്കും കഥ പറഞ്ഞ് മനസ്സമാധാനം തന്നിട്ടില്ല. മരിച്ചപ്പോഴെങ്കിലും കുറച്ച് മനസ്സമാധാനം താടാ. പൊന്ന, നീ ഒരു കാര്യം മനസ്സിലാക്കണം, മരിച്ചവർ തന്നെ, അവർ തിരിച്ചു വരില്ല. പിന്നെ അഥവാ വന്നാൽ തന്നെ അവർക്ക് ഭൂമിയിൽ ചാൻസ് ഇല്ല. പൊന്ന, ഭൂമിയിൽ ചാൻസ് ഇല്ല. പൊന്ന ചാൻസ് ഇല്ല. ഒരു കാതികനെ നോവിച്ചു വിട്ടുള്ള പക്ഷം ഞാൻ നിന്നെ കാണിച്ചു തരാം. ഇവിടെ പൊന്ന കഥ പറഞ്ഞ ഇപ്പോഴാണ് ഇത് കണ്ടത് കേട്ടോ. ഇത് കണ്ടിട്ട് സഹിക്കണില്ല പൊന്നെ. അതും കാതികനും അത്ഭുതമാഹ്ലാദം. അയ്യോ ആ പൊന്നെ, ഞാനിനി എന്നാ ചെയ്യുവേ? ഹലോ, ഹായ് മിസ്റ്റർ, നിങ്ങളെ തന്നെ. അതെ, ഇങ്ങോട്ട് വാ. അതെ, ഇതൊരു മരണ വീടാണ്. എന്ത് കുഴപ്പമില്ല? എടോ, ഇത് ഓല മേഞ്ഞ പന്തൽ എന്തായി കാണുന്നത്? ഇത് പാവങ്ങളുടെ വീടാണല്ലോ. അയ്യോ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. എടോ, ഈ വീട്ടിൽ നിന്ന് ആകെ ഗൾഫിൽ പോയിരിക്കുന്നത് അനന്തരവനാണ് ഞാൻ. എന്റെ അമ്മാവനോട് ഇങ്ങനെ മരിച്ചിറക്കുമ്പോൾ ഇവിടെ ഓല മേഞ്ഞ പന്തലിൽ പാടില്ല. കാശിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. ഇതേ ഇവിടെ മുഴുവൻ എമൗണ്ട് ഉണ്ട്, 25,000 രൂപ തന്റെ എണ്ണി തരേന് ഞാൻ. എന്ത് വേണമെങ്കിലും ചെയ്തു, നല്ല അടിപൊളി ഷാമിയാനെ പന്തലിട്ടേക്കണം. ഓക്കെ. അവിടെ ഇവിടെ ഈ കുടിക്കാനും കഴിക്കാനൊക്കെ ആൾക്കാർക്ക് എന്താ കൊടുക്കുന്നത്? ചായയും ബ്രെഡും. അയ്യോ, ചായയും ബ്രെഡോ? എടോ, ഗൾഫിൽ പോയിരിക്കുന്ന ഒരു അനന്തരവനുള്ള ഒരു വീടാണ് ഇവിടെ. അതുകൊണ്ട് ചായയും ബ്രെഡും കൊടുത്താൽ പോരാ, നല്ല അടിച്ചുപൊളി ബിരിയാണി ഐസ്ക്രീമും വേണം കൊടുക്കാൻ. എടാ, കാശിന്റെ കാര്യം എടുത്ത് പഠിക്കുന്ന 25,000 രൂപ എണ്ണി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തോ? കാറ്ററിംഗ് സർവീസ് ഏൽപ്പിച്ചോ? അടിച്ചു പൊളിച്ചങ്ങോട്ട്
ഓക്കെ 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 അപ്പൊ ശരി എന്നാ. ആകെ പൊട്ടേക്കണ വന്നേ. ഈ ശവത്തിന്റെ സംസ്കാരമൊക്കെ എങ്ങനെയാണ്? ശവത്തിന്റെ സംസ്കാരത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? എങ്ങനെ സംസാരിക്കാൻ മരിച്ചു പോയില്ലേ? അവിടെ സംസാരമല്ല, ശവത്തിന്റെ സംസ്കാരത്തിലുള്ള ഓ ജീവിച്ചിരുന്നപ്പോഴേ സംസ്കാരം ഉണ്ടായില്ല, പിന്നെ പിന്നെയാണ് മരിച്ചു പോയില്ല. ആ സംസ്കാരത്തിന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ? ശവസംസ്കാരം. ഓ കുഴിച്ചിട്ടില്ലേ? ആ അതിന് തെക്കുറിച്ച് കുഴി കുത്തിയിട്ടുണ്ട്. അയ്യോ കുഴി പാടില്ല. പിന്നെ? നല്ല അടിപൊളി ചന്ദനമുട്ടി വെച്ച് വേണം കത്തിക്കാൻ. മനസ്സിലായ? ചന്ദനമുട്ടിൽ വെച്ച് വേണം കത്തിക്കാൻ, നെയ്യൊഴിച്ച് വേണം കത്തിക്കാൻ. അതുകൊണ്ട് കാശില്ലല്ലോ. കാശിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ഈ വീട്ടിൽ നിന്ന് ഗൾഫിൽ പോരാ അനന്തരവനല്ലേ, എന്റെ അമ്മാവൻ അടിച്ച് പൊളിയായിട്ട് നല്ല ചന്ദനമുട്ടി വെച്ച് കത്തിക്കട്ടെ. അപ്പൊ? അതിനുള്ള കാശിക്ക് ഇവിടെ ഉണ്ട്. എത്ര പെട്ടെന്ന് ഏർപ്പാടൊക്കെ അപ്പൊ അത് റെഡിയാക്കാം. ഓക്കെ. ഓക്കെ. എന്നാലും എന്റെ അമ്മാവൻ ഈ ഗതി പറഞ്ഞു. ഈ ഗൾഫിൽ നിന്ന് എപ്പോഴെത്തി? ഞാനിപ്പോ ഇങ്ങ് വന്നോളൂ. ഞാൻ രാവിലെയാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. പിന്നെ വന്ന ഉടനെ 25,000 രൂപ കയ്യിലുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാൻ വേണ്ടി എല്ലാം ഏർപ്പാട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് നീ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഇവിടെ എന്റെ അമ്മാവൻ ഇവിടെ മരിച്ചു കിടക്കുമ്പോ പിന്നെ ഞാൻ ഇവിടെ അല്ലാണ്ട് പിന്നെ എവിടെ പോയി നിക്കണോടാ? എടാ നിന്റെ അമ്മാവ് മരിച്ചത് 3 വീട് അപ്പുറമാണ്. അപ്പൊ ഇതേതാണ്? ഇതേതോ അണ്ണാച്ചിന് ആനയൊട്ടി കൊന്നതല്ലേ? അതും ഉണ്ണിക്കൽഭുതമാഹ്ലാദ